സഭാപ്രസംഗകൻ. ആമുഖം. കൊഹേലത്ത് എന്ന ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജമയാണ് സഭാപ്രസംഗകൻ. ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന് ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് പറയുമ്പോൾ സോളമനിലാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത്. എന്നാൽ BC 3-ാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ഗ്രന്ഥം രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം. ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനം ഈ ഗ്രന്ഥത്തിലെ ഈ ചിന്താധാരകളിൽ പ്രകടമാണ്. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ ഗ്രന്ഥത്തിന് വ്യക്തമായ ഒരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ല. എന്നാൽ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടവിടെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഗ്രന്ഥകാരൻ്റെ ജീവിത വീക്ഷണം അത്ര അവ്യക്തമല്ല. സൂര്യന് കീഴെ നടക്കുന്നതെല്ലാം, ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം മിഥ്യയാണ് എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരൻ്റെ പര്യവേക്ഷണങ്ങൾ ചെന്നു നിൽക്കുക. ദൈവത്തിൻ്റെ അതീശത്വവും ദൈവിക പദ്ധതികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥകാരൻ്റെ ചിന്താഗതികൾ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ. പ്രവാസാനന്തര യഹൂദചിന്ത മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലെത്തുന്നതിനു മുൻപുള്ള പരിവർത്തന ദശയിലെ ഒരു കണ്ണിയായി സഭാപ്രസംഗകനെ ഗണിച്ചാൽ മതി. സഭാപ്രസംഗകൻ. അധ്യായം 1. മിഥ്യകളിൽ മിഥ്യ. വാക്യം 1. ജെറുസലേമിൽ രാജാവും ദാവീദിൻ്റെ പുത്രനുമായ സഭാപ്രസംഗകൻ്റെ വാക്കുകൾ. പ്രസംഗകൻ പറയുന്നു. വാക്യം 2. മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ. വാക്യം 3. സൂര്യന് താഴെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം? വാക്യം 4. തലമുറകൾ വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. വാക്യം 5. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, ഉദിച്ചിടത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നു. വാക്യം 6. കാറ്റ് തെക്കോട്ട് വീശുന്നു, തിരിഞ്ഞു വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട്, അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വാക്യം 7. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രം നിറയുന്നില്ല, ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്കു തുടരുന്നു. വാക്യം 8. സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം, അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം, കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല. വാക്യം 9. ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു, സൂര്യന് കീഴെ പുതുതായി ഒന്നുമില്ല. വാക്യം 10. പുതിയത് എന്ന് പറയാൻ എന്തുണ്ട്, യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു. വാക്യം 11. കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല, വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയില്ല. വാക്യം 12. സഭാപ്രസംഗകനായി ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. വാക്യം 13. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു. വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ്. വാക്യം 14. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു, എല്ലാം മിഥ്യയും പാഴ്വേലയും അത്രേ. വാക്യം 15. വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല, ഇല്ലാത്തത് എണ്ണുക അസാധ്യം. വാക്യം 16. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. വാക്യം 17. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു, ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു. വാക്യം 18. കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവും ഏറുന്നു, അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു.